ഈ മഴ പെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ആശങ്കയുണ്ട്. പക്ഷേ എന്നാലും അതൊരു വലിയ മഴയല്ല. പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമുക്കറിയാലോ, തിരുവനന്തപുരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൂടാണ്. എന്നാൽ ചൂടിൻ്റെ മുന്നറിയിപ്പ് ഇന്നും ഉണ്ട് താനും. ഇന്നലെ ഉച്ചയ്ക്ക് വന്ന അലർട്ട് അനുസരിച്ച് ഇന്നും ചൂട് 36 ഡിഗ്രി സെൽഷ്യസ് വരെ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നൊക്കെയാണ് അലർട്ടിൽ പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആ ചെറിയ ചാറ്റൽ മഴ, ഇന്നത്തെ ആ വിശേഷപ്പെട്ട ദിവസം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ദിവസത്തെ എന്താ പറയുക, നമ്മൾ ഏതൊരു നല്ല കാര്യം നടക്കുന്നതിന് മുമ്പും വെള്ളം തളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഭക്തരും അതിനെ കാണുന്നത്. പിന്നെ പറയാനുള്ളത് കിഴക്കേക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം, അതായത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഒരു നഗരം മുഴുവൻ ആതിഥേയരാകുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ കിഴക്കേക്കോട്ട എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ നമ്മൾ പറയുന്നുണ്ട് എത്രത്തോളം ആളുകളാണ് ഇവിടെ ഭക്തരെത്തുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ ഒരു വശത്ത്, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് കുറച്ച് കാഴ്ചകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് കിഴക്കേക്കോട്ട ആ ജംഗ്ഷൻ, മെയിൻ റോഡ്, കിഴക്കേക്കോട്ടയിൽ നിന്ന് MG റോഡിലേക്ക് പോകുന്ന ആ വഴി എന്ന് പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ KSRTC ബസ്സുകളൊക്കെ ഇവിടെ ആളുകളെ കൊണ്ടിറക്കിയതിന് ശേഷം ഇവിടെ അവരവരെ ഡിപ്പോയിലേക്ക് പോകുന്നതിനുള്ള തിരക്കാണ്. ഇനി ഒരു കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ, ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങളൊന്നും ഈ വഴി അധികം കടത്തിവിടില്ല. പോലീസ് അതൊക്കെ നിയന്ത്രിക്കും. റോഡിൻ്റെ ഇരുവശത്തും പൊങ്കാല കലങ്ങളാണ്. ഇരുവശത്തും ഭക്തർ നിരയായിരിപ്പുണ്ട്. അതായത് ഇവിടുന്ന് എനിക്ക് കാണാൻ കഴിയുന്നത്, അതായത് ഇവിടുത്തെ മേൽപ്പാലം ഉണ്ടല്ലോ കിഴക്കേക്കോട്ടയിലെ, ആ ഭാഗത്ത് നിന്ന് നേരെ അട്ടക്കുളങ്ങര ആ ഭാഗം വരെ നിരയായി പൊങ്കാല കലങ്ങൾ നിരന്നു കഴിഞ്ഞു. അതുമാത്രമല്ല, ഇവിടുന്ന് ആ തകരപ്പറമ്പിലേക്ക് പോകുന്ന വഴി, അവിടുന്ന് MG റോഡ്, പിന്നെ സ്റ്റാച്ചു, അപ്പോൾ ആ ഭാഗത്തേക്ക് അവിടുന്ന് MG റോഡിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ തിരുവനന്തപുരം തമ്പാനൂരേക്ക് പോകാം. അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നേരെ കാണുന്ന ഗാന്ധി പാർക്കിലാണെങ്കിൽ അവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഭക്ഷണ വിതരണമൊക്കെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 8 മണിക്ക് ശേഷമായിരിക്കും ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുക. ശരി ഹരി, അപ്പോൾ ഹരിയിലേക്ക് വീണ്ടും മടങ്ങി വരാം. നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടതും അവിടുത്തെ വിശേഷങ്ങളാണ് ഹരികൃഷ്ണ നമുക്ക് വേണ്ടി പറഞ്ഞതും. ഇപ്പോൾ ഈ പൊങ്കാല കലങ്ങളിൽ തിളയ്ക്കുന്ന പത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊങ്കാല കലങ്ങളിൽ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ തിളച്ച് പത വീഴുന്നതിലുമൊക്കെ ഓരോ ലക്ഷണങ്ങളുണ്ട്. അതായത് കിഴക്കോട്ട് വീഴുന്നത് ശുഭലക്ഷണമായാണ് കരുതപ്പെടുന്നത്. അങ്ങനെ വ്രതശുദ്ധിയുടെയും നിറഭക്തിയുടെയും ആത്മസമർപ്പണമാണ് ഓരോ പൊങ്കാലക്കാലവും. ഒപ്പം തന്നെ ഓരോ തിളച്ചുമറിയുന്ന ഓരോ കലങ്ങളിലുമുള്ളത് ഓരോരോ നിശബ്ദ പ്രാർത്ഥനകളുമാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം സഫലമാകട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദേവി കേൾക്കട്ടെ, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം, ആഗ്രഹിക്കാം. നമ്മൾ ഇനി കിഴക്കേക്കോട്ടയിലെ കാഴ്ചകൾക്കു ശേഷം നേരെ പോകുന്നത് തമ്പാനൂരിലേക്കാണ്. തമ്പാനൂര് നമ്മൾ ഈ പറഞ്ഞ നേരത്തെയൊക്കെ നമ്മൾ കണ്ടതുപോലെ വലിയ തിരക്കാണ് തമ്പാനൂർ എപ്പോഴും. അവിടെ ഈ തണൽ മരങ്ങളോ തണൽ വൃക്ഷങ്ങളോ ഒന്നുമില്ലെങ്കിൽ കൂടി എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പേരും കൂടുതൽ പൊങ്കാലകൾ വരുന്ന ഒരു സ്ഥലമാണ് കിഴക്കേക്കോട്ട കഴിഞ്ഞാൽ തമ്പാനൂര്. പിന്നീട് അങ്ങോട്ട്, കാരണം ഒരു കാര്യം, നമ്മുടെ ഈ ബസ്സും ട്രെയിനും ഒക്കെ അടുത്തായത് കൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു സ്ഥലം തമ്പാനൂരാണ്. അപ്പോൾ സ്റ്റെഫിൻ നേരത്തെ നമുക്ക് തമ്പാനൂരത്തെ കാഴ്ചകളൊക്കെ പങ്കുവച്ചതാണ്. സ്റ്റെഫിനിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. സ്റ്റെഫിൻ, തമ്പാനൂർ നമ്മൾ നേരത്തെ കണ്ടെയാണ് കാഴ്ചകളൊക്കെ. ഈ തൊട്ട് അടുപ്പ് കൂട്ടിയാണ് തമ്പാനൂർ എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറും കൂടി തമ്പാനൂരുണ്ട്. കാരണം തൊട്ടടുത്ത് വലിയ വെയിലായിരിക്കും, ടാറിൻ്റെ ചൂട് വരും. ആ സമയമാകുമ്പോൾ ഈ പൊങ്കാല കലം, അതായത് പണ്ടാരടുപ്പിൽ തീ പകരുന്ന ആ ഒരു സമയമൊക്കെ. അപ്പോൾ അവിടെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏതുവരെയായി സ്റ്റെഫിൻ? ഒപ്പം തന്നെ എല്ലാവരും സന്തോഷമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവല്ലേ? സേതുലക്ഷ്മി, തമ്പാനൂരിൽ തിരക്ക് ഏറി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യത്തിൽ ഇപ്പോൾ കാണാൻ കഴിയും, നേരത്തെ ഈ റോഡിൻ്റെ ഇരുവശത്തുമായി ഓരോ വരിയിലായിരുന്നു ഈ ആളുകൾ നിന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് 2 വരിയാകുന്ന കാഴ്ചയാണ് നമുക്ക് തമ്പാനൂരിൽ കാണാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം ആളുകൾ ഇപ്പോൾ എത്തുന്നുണ്ട്. ഈ വരുന്ന എല്ലാവർക്കും തന്നെ പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് 2 നിരയായിട്ടുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ തന്നെ ഈ 2ാം നിരയിൽ ആദ്യം, ഈ റോഡിനോട് ആദ്യം നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ അവർ ഒടുവിൽ എത്തിയവരാണ്. അങ്ങനെ ആ നിര അങ്ങോട്ടേക്ക് നീളുന്ന കാഴ്ചയാണ്. നോക്കത്താ ദൂരത്തോളം ഏതായാലും അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. എല്ലാം ഇനി പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതോടൊപ്പം തന്നെ സേതുലക്ഷ്മി ചോദിച്ച മറ്റൊരു കാര്യം, സുരക്ഷയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സിൻ്റെ അംഗങ്ങൾ, ഫയർഫോഴ്സിൻ്റെ വാഹനമൊക്കെ തൊട്ടപ്പുറത്തുണ്ട്. അതോടൊപ്പം ഫയർഫോഴ്സിൻ്റെ ആളുകൾ ഈ പ്രദേശത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഫയർഫോഴ്സ് ജീവനക്കാർ
ഈ സ്ഥലത്ത് പലയിടത്തും ഉണ്ട്. അതോടൊപ്പം KSRTCയുടെ ഈ ഭാഗത്താണ് കൂടുതൽ പൊങ്കാലയിടാൻ ആളുകൾ എത്തുന്നത്. അവരുടെ സെക്യൂരിറ്റിമാരുൾപ്പെടെയുള്ള ആളുകൾ ഈ ആളുകൾക്ക് വരുന്നവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അതോടൊപ്പം തന്നെ ഒക്കെ നൽകി ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും ചെറിയൊരു ചാറ്റൽ മഴയാണ് ഇപ്പോൾ ഇവിടെ ആശങ്കയായി തന്നെ തുടരുന്നത്. പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇപ്പോഴും ആ റോഡിൽ തന്നെ കുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. പലരും കുടയൊന്നും എടുക്കാതെയാണ് വന്നതെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴും ആ മഴയൊക്കെ ഇപ്പോൾ നേരിയ തോതിൽ ഒന്ന് ശക്തമായിട്ടുണ്ട്. തമ്പാനൂരിനെ സംബന്ധിച്ചിടത്തോളം നല്ല തോതിലുള്ളൊരു മഴ, പ്രത്യേകിച്ച് നമുക്ക് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പാത്രമൊക്കെ തന്നെ നനഞ്ഞ് കട്ടയൊക്കെ നനഞ്ഞ ഒരു സ്ഥിതിയുണ്ട്. പലരും കുടയൊന്നും എടുക്കാതെ വന്നതുകൊണ്ട് തന്നെ തലയിൽ തോർത്തൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അതോടൊപ്പം സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി തമ്പാനൂരിലും കിഴക്കേക്കോട്ടയിലും നഗരത്തിലും ആകമാനം പോലീസിൻ്റെ അതോടൊപ്പം തന്നെ NCC കേഡറ്റുകളുടെ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകർ, ഫയർഫോഴ്സ് അങ്ങനെ വിവിധ സംഘങ്ങളായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പോലീസിൻ്റെ ഒരു നിരന്തരമായ പെട്രോളിംഗ്, CCTV അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ളൊരു നടപടി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിന് സമാനമായി പോലീസിൻ്റെ ക്യാമറകൾ പരിശോധിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഒരു നഗരമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തിരക്ക് വളരെയധികം കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ചൊക്കെ തമ്പാനൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആറ്റുകാലിൻ്റെ ചുറ്റുവട്ടം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഒരു പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു നിമിഷത്തിനായാണ്. പൊങ്കാല ഇടുന്നതിന് വേണ്ടിയാണ് എല്ലാവരുടെയും കാത്തിരിപ്പ്. വ്രതം നൂറ്റ് മനസ്സ് ഉരുകിയുള്ള പ്രാർത്ഥനകളുമായാണ് ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ അനുഭവം പറയാൻ കാണും, ഓരോ പ്രാർത്ഥനകൾ പറയാൻ കാണും. അതൊക്കെ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ചെറിയ മഴ ആശങ്കയാകുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് എല്ലാവരും റോഡിൽ തന്നെ തുടരുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ തമ്പാനൂർ ഭാഗത്ത് അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. പ്രത്യേകിച്ചും ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് കുടിക്കുന്നതിന് വേണ്ടി വെള്ളം അതോടൊപ്പം ആഹാരമൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ പല ഇടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.